BDJS എന്ന സംവിധാനം ഇല്ലാത്തതാണെന്ന് എം എം മണി. കെ ജയചന്ദ്രനുമായി യാതൊരുവിധ പിണക്കവുമില്ലെന്ന് എം എം മണി MLA പ്രതികരിച്ചു. പ്രചാരണ പ്രവർത്തനങ്ങൾ സജീവമായി തന്നെ താൻ പങ്കെടുക്കും. കഴിഞ്ഞ പ്രാവശ്യം താൻ വിജയിച്ച 38,000-ൽ പരം വോട്ടുകൾക്ക് ഉടുമ്പൻചോലയിൽ സേനാപതി വേണു പരാജയപ്പെടും. BDJS എന്ന് പറയുന്ന സാധനം ഇലക്ഷനിൽ മാത്രം പൊട്ടിമുളയ്ക്കുന്ന ഒന്നാണെന്നും എം എം മണി നെടുങ്കണ്ടത്ത് പറഞ്ഞു. പാർട്ടി തനിക്ക് നൽകാവുന്നതെല്ലാം നൽകിയെന്നും ഉടുമ്പൻചോലയിൽ ജയചന്ദ്രന്റെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്നും എം എം മണി പ്രതികരിച്ചു. പ്രതികരണം കാണാം. നമ്മുടെ സ്ഥാനാർത്ഥി ജയചന്ദ്രൻ നല്ല ഭൂരിപക്ഷത്തിന് ജയചന്ദ്രൻ ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. സേനാപതി വേണു കഴിഞ്ഞ തവണ ഞങ്ങളോട് ദയനീയമായി തോറ്റത് 38,000 വോട്ടിനാണ് തോറ്റത്. ഇത്തവണ ഞങ്ങൾ അതിലും കൂടുതൽ ഭൂരിപക്ഷത്തിന് തോക്കുമെന്നാണ് എൻ്റെ നിഗമനം. BDJS എന്നൊന്നും പറയുന്ന ചിത്രത്തിലില്ലാത്ത സാധനത്തിൻ്റെ കാര്യം നിങ്ങൾ എന്തിനാണ് ചോദിക്കുന്നത്? ആ സാധനം ഇല്ലല്ലോ. പിന്നെന്താ? 5-6 പേരൊക്കെ എവിടെയെങ്കിലും ഉണ്ട്. അവരിപ്പം വേറെ ഏതെങ്കിലും BJPയിലോ വേറെ എവിടെയെങ്കിലും ചെല്ലുന്ന ഞങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ട്. അതൊന്നും ഒരു വിഷയമേ. എനിക്കൊരു പിണക്കവും ഇല്ല. പിന്നെ ജയിപ്പിക്കേണ്ട ബാധ്യത നമുക്കുണ്ടല്ലോ. പിന്നെ അല്ലാണ്ട് എനിക്കൊരു പ്രശ്നവുമില്ല. തന്നെയല്ല, ഞാൻ ഇനി 3ാമത് സ്ഥാനാർത്ഥിയാകാൻ താല്പര്യമില്ല. അതും പറയാം. അങ്ങനെ ഉണ്ട് നേതൃത്വത്തോട് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒന്നും പറഞ്ഞില്ല. താല്പര്യമില്ല. 10 വർഷം അതിൽ കൂടുതലൊന്നും MLA ആകേണ്ട കാര്യമില്ല. 5 വർഷം മന്ത്രി.